വണ്ടി ഡൈനോ ടെസ്റ്റിലാണ് 210 bhp വണ്ടി ഇപ്പോൾ കറന്റ് ഉള്ളത്. വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ഫോർച്യൂണറാണ് ഈ കിടക്കുന്നത്. വണ്ടി ഫുള്ളി മോഡിഫൈഡ് ആണ്. ഒരു 8 ലക്ഷം രൂപ എടുത്തായിരുന്നു എൻ്റെ ഒരു ഇത്. കാരണം നമുക്ക് എൻ്റെ മൈൻഡിലുള്ള സാധനങ്ങളിൽ ഞാൻ കാണുമ്പോൾ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഏകദേശം 2 ലക്ഷം രൂപ അടുത്ത് കോസ്റ്റ് വരുന്ന ഇൻറ്റീരിയേഴ്സാണ് നമ്മൾ ചെയ്തേക്കുന്നത്. സംസാരിക്കാറുണ്ട് എന്ത് കോസ്റ്റ് വണ്ടി ചെയ്യാനായിട്ട്. വണ്ടിയുടെ ഒപ്പം ഫോട്ടോ എടുക്കാറുണ്ട്. അപ്പോൾ വണ്ടിയുടെ ഒപ്പം ഫോട്ടോ എടുക്കണം അല്ലെങ്കിൽ വീഡിയോ എടുക്കണം നമുക്കൊരു സന്തോഷമാണ്. കാരണം നമ്മൾ എത്രയും കഷ്ടപ്പെട്ട് പണിതൊരു വണ്ടി നല്ല നമുക്കൊരു ഫീൽ കിട്ടുമല്ലോ. ഹായ്, എൻ്റെ ഒരു ശ്രീഹരി, എൻ്റെ സ്ഥലം കൊച്ചിയാണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് 2012 മോഡൽ ഓട്ടോമാറ്റിക് ഡീസൽ ഫോർച്യൂണറാണ്. അപ്പോൾ ഏകദേശം ഒരു 1,76,000 കിലോമീറ്റർ വണ്ടി ഓടിയുണ്ട്. ഏകദേശം 10 കൊല്ലമായിട്ട് ഞാൻ ഈ വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഏകദേശം 1.80 ഓടിയുണ്ട് വണ്ടി. സർവീസ് ഇതുവരെയും വണ്ടി ഞാൻ ഷോറൂമിൽ തന്നെയാണ് സർവീസ് ചെയ്യുന്നത്. ഞാൻ കളമശ്ശേരിയിലാണ് ഇപ്പോണ്ടായിട്ടാണ് സർവീസ് ചെയ്യുന്നത്. ഇതുവരെയും എനിക്ക് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ ആകെ 1 ലക്ഷത്തിനകത്തൊരു മേജർ സർവീസ് ചെയ്യുന്നുണ്ട്. എല്ലാ വണ്ടിക്കതും വരുന്നതാണ്. അതിന് മാത്രമേ കണ്ട് ഒരു 40,000 രൂപയുണ്ട്. ബാക്കി എല്ലാ സർവീസിനും ഒരു 10,000 താഴെയാണ് ഇതുവരെ ആയിട്ടുള്ളൂ, ഓയിൽ ചേഞ്ചിങ് ഉൾപ്പെടെ എല്ലാം. പിന്നെ സർവീസൊക്കെ എല്ലാം നന്നായിട്ടാണ് അവർ ചെയ്തു തരാറ്. സർവീസ് കോസ്റ്റ് റിലയബിൾ ആണ്. ബാക്കിയുള്ള വണ്ടീസൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബ്രേക്ക് പാഡ് പെട്ടെന്ന് തരും. അത് മാത്രമേ ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് മാറണമെന്നുള്ളൂ. ബാക്കി എല്ലാം നോർമൽ തേയ്മാണെന്ന് തന്നെ ഉള്ളൂ. ഇതുവരെ പാർട്സ് ഓർഡർ ചെയ്തിട്ട് കിട്ടാൻ അങ്ങനെ പാടൊന്നും ഉണ്ടായിട്ടില്ല. ഇതുവരെ അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഒരു സാധനത്തിന്. നമ്മുടെ ഈ വണ്ടി വന്നത് 169 bhp ആണ് വണ്ടി സ്റ്റോക്ക് വരുന്നത്. പെർഫോമൻസ് അപ്ഗ്രേഡ്സിനകത്ത് ഇപ്പോൾ കോഡ് 6ൻ്റെ സ്റ്റേജ് 1+ മാപ്പാണ് ചെയ്തേക്കുന്നത്. അതിനകത്ത് ഏകദേശം മാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 210 bhp വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം BMCയുടെ പെർഫോമൻസ് ഫിൽറ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രേക്കിനകത്ത് തന്നെ മറ്റേ ABയുടെ ബ്രേക്ക് ബൂസ്റ്റർ ചെയ്തിട്ടുണ്ട്, കുറേ സേഫ്റ്റിക്കായിട്ട്. അപ്പോൾ ഏകദേശം വണ്ടി ഡൈനോ ടെസ്റ്റിലാണ് 210 bhp വണ്ടി ഇപ്പോൾ കറന്റ് ഉള്ളത്. ഇത് പറഞ്ഞു വരുമ്പോൾ ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ, ശ്രദ്ധിക്കണം, ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ അല്ല, ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ഫോർച്യൂണറാണ് ഈ കിടക്കുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള വണ്ടിയാണ്. അത്യാവശ്യം ഏത് വണ്ടിക്ക് നമുക്ക് പോണേക്ക് കാലം എടുത്ത് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാവുന്നേ ഉള്ളൂ. ടയർ പീരീഡ് നമ്മൾ എനിക്ക് ടയർ കുറവ് കിട്ടില്ല. കാരണം എനിക്ക് ബേൺ ഔട്ട് ചെയ്യുന്ന സ്വഭാവമുണ്ട്. ഓട്ടോഷോയ്ക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ബേൺ ഔട്ട് ചെയ്യാറുണ്ട്. നമുക്ക് അതൊരു താല്പര്യമാണ്, പിള്ളേർക്കും കാണാൻ താല്പര്യമാണ്. അപ്പോൾ നമ്മൾ ബേൺ ഔട്ട് അടിച്ച് ചെയ്യുമ്പോൾ എനിക്ക് ടയർ ഒരു 10-30 കിലോമീറ്റർ ആകുമ്പോൾ മാക്സിമം ടയർ മാറുന്നുണ്ട്. അല്ലാണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ടയറൊക്കെ നമുക്കൊരു 75 കിലോമീറ്ററൊക്കെ 75,000 കിലോമീറ്റർ നമുക്ക് സുഖമായിട്ട് ഓടിക്കാം. നമ്മൾ ബേൺ ഔട്ടും ഡ്രിഫ്റ്റിങ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ. പെർഫോമൻസിന് ഏതാണ്ട് സ്റ്റേജ് 1+ മാപ്പിൽ ഏതാണ്ട് 28,000, പിന്നെ ഫിൽറ്ററിന് 9,000, പിന്നെ ABയുടെ ബ്രേക്ക് ബൂസ്റ്ററിന് എങ്ങാണ്ട് 40,000 അടുത്തെങ്ങാണ്ടായിട്ടുണ്ട്. അത്രയാണ് നമ്മൾ പെർഫോമൻസ് ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം സസ്പെൻഷന് നമ്മൾ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 ഇഞ്ച് ലിഫ്റ്റ് ഹീറ്റാണ് ചെയ്തേക്കുന്നത്. ഡോക്ടർ നാനോയുടെ 2 ഇഞ്ച് ലിഫ്റ്റ് പ്ലസ് അപ്പർ കൺട്രോൾ ആമാണ് ചെയ്തേക്കുന്നത്. അപ്പർ കൺട്രോൾ നമ്മൾ ചെയ്തേക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കുറച്ചുകൂടി സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ഇത്രയും ലിഫ്റ്റ് ചെയ്ത് നിൽക്കുവാണല്ലോ. അപ്പോൾ നമ്മൾ ഹൈവേയിലൊക്കെ പോകുമ്പോൾ ഈ ഒലച്ചിൽ ഉണ്ടാവാണ്ടിരിക്കാനായിട്ടാണ് നമ്മൾ അപ്പർ കൺട്രോൾ ചെയ്തത്. സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ വണ്ടിയിൽ ആദ്യം ഇരുന്നത് ടീൻ്റെ സസ്പെൻഷനാണ്. അത് ടീൻ്റെ EDFC യൂണിറ്റുള്ള സസ്പെൻഷനാണ് ചെയ്തത്. കംഫോർട്ട് നമുക്ക് കൂട്ടാനും കുറയ്ക്കാം, 20 ലെവലുള്ള കംഫോർട്ട് കൂട്ടാനും കുറയ്ക്കാനുള്ള സസ്പെൻഷൻ ആയിരുന്നു. അത് ഞാൻ ഷോറൂമിൽ നിന്ന് ചെയ്തപ്പോൾ ഏതാണ്ട് ഒരു 250 അടുത്ത് ഏതാണ്ട് കോസ്റ്റ് ആയിരുന്നു. ഞാൻ ഓർക്കുന്നില്ല, 2012 ആ ടൈമിൽ എന്തായാലും ചെയ്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഹൈറ്റ് പോരാൻ തോന്നിയാണ് ഞാനിപ്പോൾ ലിഫ്റ്റ് ഹീറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ മറ്റേ ഡോക്ടർ നാനോയുടെ ലിഫ്റ്റ് ഹീറ്റാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അതിനകത്ത് 4 സസ്പെൻഷൻ പ്ലസ് അപ്പർ കൺട്രോൾ ആകുമ്പോൾ കൂടി വന്നപ്പോൾ ഏകദേശം ഒരു 1 ലക്ഷം രൂപയാണ്. ഞാൻ ഓർക്കുന്നില്ല, ഇപ്പോൾ ഇത്ര ആയതുകൊണ്ട് ഞാൻ ഓർക്കുന്നില്ല. 1 ലക്ഷം രൂപ അടുത്തായതുകൊണ്ട് ഇപ്പോൾ ഉള്ള സസ്പെൻഷനകത്ത് 2 ഇഞ്ച് ലിഫ്റ്റാണ് ചെയ്തേക്കുന്നത്, പഴയ ഹൈറ്റ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. ഈ ഇത്രയും ഹൈറ്റിൽ ലിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താ നമുക്കൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് വേണം പോവാം, നമുക്ക് വിശ്വസിച്ച് എങ്ങോട്ട് വേണം കയറ്റാം. ഇപ്പോൾ ഓഫ് റോഡൊക്കെ കയറുന്നവരാണെങ്കിൽ അടിയെന്ന് പറയാണ്ട് നമുക്ക് സേഫ് ആയിട്ട് നടക്കാം. യാത്രാസുഖം വണ്ടി എപ്പോഴും താന്നിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എപ്പോഴും ടീൻ്റെ സസ്പെൻഷനാണ് എനിക്ക് യാത്രാസുഖം തോന്നിയിട്ടുള്ളത്. കാരണം അത് കംഫോർട്ട് സസ്പെൻഷൻ ആയതുകൊണ്ട് യാത്രാസുഖം അതിനകത്ത് തന്നെയായിരുന്നു. ഇത് കുഴപ്പമില്ല, നോർമൽ ഒരു കംഫോർട്ട് ഉണ്ട്. ഇത് പിന്നെ മെയിനായിട്ട് കാണാനുള്ള ഒരു ഭംഗിയാണ്. എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വണ്ടി വന്നത്. വണ്ടി കാണുമ്പോൾ ഒരു ഭീകരത്വം തോന്നും നമുക്ക് ലിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ. വണ്ടി ഫുള്ളി മോഡിഫൈഡ് ആണ്. ഇത് ടോട്ടൽ ഇങ്ങനെ ഈ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് എത്ര ചെലവ് വന്നിട്ടുണ്ട്? എനിക്ക് കറക്റ്റ് അല്ല, എന്നാലും ഏകദേശം ഒരു 8 ലക്ഷം രൂപ എടുത്തായിരുന്നു എൻ്റെ ഒരു ഇത്. കാരണം നമുക്ക് എൻ്റെ മൈൻഡിലുള്ള സാധനങ്ങളിൽ ഞാൻ കാണുമ്പോൾ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് വാങ്ങിച്ചു വച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഐഡിയക്ക് ഞാൻ പണിതേക്കുന്ന വണ്ടിയാണത്. ചിലപ്പോൾ ലിസ്റ്റില്ലാത്ത കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോഴേക്കും ഓരോ കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നത് തന്നെ. ഇന്റീരിയർ ഏകദേശം 2 ലക്ഷം രൂപ അടുത്ത് കോസ്റ്റ് വരുന്ന ഇന്റീരിയേഴ്സാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മൾ സീറ്റ്സ് കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇന്റീരിയർ കളറെല്ലാം മാറ്റി. ഈ മോഡൽ വണ്ടിക്ക് ഒരു ബീജും ബ്ലാക്കും കളറുള്ളതാണ് വരുന്നത്. നമ്മൾ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ചെയ്തേക്കാണ് വണ്ടി. എനിക്ക് ബ്ലാക്കാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ വണ്ടിയുടെ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ബ്ലാക്ക് മാത്രമേ കാണുള്ളൂ, വേറൊരു കളർ ഞാൻ ചെയ്തിട്ടില്ല. കാരണം
അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഞാൻ ബ്ലാക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തത്. പിന്നെ സ്റ്റിയറിംഗ് വീല് എൻ്റെ വണ്ടിയുടെ മോഡലിൽ വരുന്ന ഇത്തിരി വലിയ സ്റ്റിയറിംഗ് വീലാണ്. എനിക്ക് ഇത്തിരി കംഫോർട്ടായിട്ട് ചെറിയ സ്റ്റിയറിംഗ് വീൽ ഇട്ടായിട്ട് ഞാൻ ക്രിസ്റ്റയുടെ സ്റ്റിയറിംഗ് വീലാണ് ചെയ്തത്. ഫോർച്യൂണിൻ്റെ പുതിയ മോഡൽ ഫോർച്യൂണിൻ്റെ സ്റ്റിയറിംഗ് വീൽ ഉണ്ട്, പക്ഷേ അത് കുറച്ചുകൂടി വലുതായതുകൊണ്ട് ഞാൻ ക്രിസ്റ്റയുടെ ചെയ്തു. പിന്നെ നമ്മൾ ഓഡി സിസ്റ്റം ചെയ്തേക്കുന്നത് സോണിയുടെയാണ്. അപ്പോൾ എല്ലാം കൂടി വന്നപ്പോൾ ഏതാണ്ട് 2 രൂപ അടുത്ത് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ. നമ്മുടെ മോഡിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ നമ്മുടെ ഹെഡ്ലൈറ്റ്സ് ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റ്സ് ആണ്. അതിനകത്ത് നമ്മൾ DRLും പ്രൊജക്ടറും സെപ്പറേറ്റ് റെഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൂപ്പർമാൻ്റെ ലോഗോയും കസ്റ്റം ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ നമ്മൾ ഫോഗ് ലാംപ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, LED ഫോഗ് ലാംപ്സ് ആണ്. പിന്നെ ലെക്സസ് മോഡൽ ഗ്രിൽസാണ് വെച്ചേക്കുന്നത്. പിന്നെ ടോപ്പിൽ ഹമ്മർ ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ താഴത്തെ ഒരു LED ഫ്ലാഷർ. പിന്നെ സൈഡ് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ ലിഫ്റ്റ് ഹീറ്റിൻ്റെ ആ ഒരു ഹ്യൂജ് ആയിട്ടുള്ള വണ്ടിയുടെ ഒരു ഭീകരത്താണ് നമുക്ക് കാണാനുള്ളത്. പിന്നെ സൈഡിൽ മിറേഴ്സൊക്കെ കാർബൺ ഫൈബേഴ്സ് ചെയ്തേക്കുവാണ്. പിന്നെ നമ്മൾ നേരെ ബാക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ടെയിൽ ലാംപ്സ് വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റിയർ ഭാഗത്തേക്ക് വേണമെങ്കിൽ നമ്മുടെ ടെയിൽ ലാംപ്സ് ലെക്സസ് മോഡൽ ടെയിൽ ലാമ്പാണ് ചെയ്തേക്കുന്നത്. പിന്നെ ബാക്കിൽ ഈ ഒരു ഫോർച്യൂണർ റൈറ്റിങ്ങും ലോഗോയും നമ്മൾ കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്തേക്കുവാണ്. പിന്നെ ബാക്കിൽ വരുന്ന സ്പോയിലർ വേണ്ടിയിട്ട് നമ്മൾ TRD സ്പോയിലറാണ് വെച്ചേക്കുന്നത്. പിന്നെ ബാക്കിലുള്ള ഡ്യുവൽ എക്സോസ്റ്റ്. പിന്നെ നമ്മുടെ വീൽസിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്ലാക്ക് റൈനോടെ 17 ഇഞ്ച് 9J വീൽസാണ് എടുത്തിട്ടേക്കുന്നത്. അതിൻ്റെ ഒപ്പം മാക്സിസിൻ്റെ 275, 65, 70 ഇഞ്ച് ടയേഴ്സാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ചുകൂടി പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് 30 mm സ്പേസേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് വണ്ടിക്കകത്ത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് വീലിലേക്ക് നമ്മൾ ഏറ്റവും പുതിയ മോഡൽ ക്രിസ്റ്റയാണ്. അപ്പോൾ അതിൻ്റെ സൈഡ് പാനലെല്ലാം നമ്മൾ കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്തേക്കുവാണ്. പിന്നെ അതിൻ്റെ പിടിക്കുന്ന ഭാഗം നമ്മൾ ലെതർ റാപ്പ് ചെയ്തേക്കുവാണ് കുറച്ചുകൂടി കംഫോർട്ടിനായിട്ട്. പിന്നെ ഇന്ത്യയിലൊക്കെ വരുന്നത് ഒരു വൈറ്റ് കളറും ബീച്ച് കളറും ആയിരുന്നു. അത് നമ്മൾ മാറ്റിയിട്ട് ഫുള്ള് ബ്ലാക്ക് ആക്കി. പിന്നെ ടോപ്പ് പിടിക്കുന്ന ഹാൻഡിൽ ബാർ പറയുകയാണെങ്കിൽ വണ്ടി ലിറ്ററലി എല്ലാ ഭാഗവും ബ്ലാക്ക് ആക്കി കാണും. പിന്നെ സീറ്റ്സ് നമ്മൾ വാങ്കിഷ് ലെതറാണ് ചെയ്തേക്കുന്നത്, ഒറിജിനൽ ലെതർ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. കസ്റ്റം കുഷിൻ എല്ലാം വെച്ചിട്ടാണ്. കൂടുതൽ ഞാൻ ലോങ് പോകുന്നുണ്ട്, കൂടുതൽ കംഫോർട്ടിന് അവിടെയാണ് ഇങ്ങനെ സസ്പെൻഡ് ചെയ്തേക്കുന്നത്. എല്ലാവരും ചെയ്ത് എന്തുകൊണ്ടാണ് ഫുൾ ബ്ലാക്ക് ചെയ്തത്? ഈ നമ്മൾ ബ്ലാക്ക് വണ്ടിക്കകത്ത് റെഡോ വൈറ്റോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് നല്ല ഫോർമൽ ഡ്രസ്സ് ഇട്ടിട്ട് ചുമന്ന ഷോക്ക് ഇട്ടുകൊണ്ട് എന്നെ പോലെ ഇരിക്കും. അതുകൊണ്ട് ഒരു ക്ലീൻ ലുക്ക് ഇട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത്. ആരെയും കളിയാക്കിയൊന്നുമല്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് ചെയ്തേക്കുന്നതാണ്. ഫസ്റ്റ് പറഞ്ഞ പോലെ എൻ്റെ ഒരു ഇഷ്ടത്തിന് ചെയ്തേക്കുന്നത് ഇങ്ങനെ. പിന്നെ ടോപ്പും എല്ലാം നമ്മൾ നമ്മുടെ ഈ പറയുന്ന ഈ സൺഷെയ്ഡ് വരെ നമ്മൾ ബ്ലാക്ക് ചെയ്തേക്കുവാണ്. പിന്നെ നമ്മുടെ സീറ്റ് ബെൽറ്റ്സ് ലിറ്ററലി വണ്ടിയുടെ എല്ലാം ബ്ലാക്കാണ്. വണ്ടി നമ്മുടെ ടൈപ്പ് അല്ലേ? മുന്നേ ഞാൻ യൂസ് ചെയ്യേണ്ടത് ഇന്നോവയാണ്, Type 2 ഇന്നോവയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒന്നും യാത്രാസുഖം ഇതിന് കിട്ടില്ല. ഞാൻ ഇതുവരെ യാത്രയിൽ ലോങ് ഒക്കെ പോകുമ്പോൾ ഇന്നോവയിൽ ഭയങ്കര കംഫോർട്ടാണ് പോകാനായിട്ട്. കാണാൻ ഇത്തിരി ഭീകരത്വം കുറവുള്ള യാത്രാസുഖം നന്നായിട്ട് ഇപ്പോഴും നമ്മുടെ ഇന്നോവയിൽ തന്നെയാണ്. കോ ഡ്രൈവർക്കും കുഴപ്പമില്ല, നല്ല സുഖമാണ്. ബാക്കിലൊക്കെ ഇരിക്കുമ്പോൾ ഇത്തിരി ഡിസ്കംഫോർട്ടാണ്, സ്പേസ് കുറവാണ്. പിന്നെ നമ്മുടെ പെയിൻ്റ് കാര്യം പറയുകയാണെങ്കിൽ വണ്ടിയിൽ ആദ്യം വന്ന് നോർമൽ ബ്ലാക്ക് ആയിരുന്നു. ഇപ്പോൾ ഞാൻ ചെയ്തേക്കുന്ന മൈക്ക ബ്ലാക്ക് എന്നൊരു ഷെയ്ഡാണ്. അതായത് ഡ്യുവൽ ടോൺ വരുന്ന ഒരു പെയിൻ്റാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. നമ്മൾ വാഷൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു ബ്ലാക്കും അതിൻ്റെ ഒപ്പം ചെറിയൊരു സിൽവർ ഷെയ്ഡും കയറി വരുന്നുണ്ട്. പിന്നെ അതിന് പെയിൻ്റ് ഒരു പ്രൊട്ടക്ഷനായിട്ട് ഗ്രാഫൈൻ കോട്ടിങ്ങും ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഇപ്പോൾ വണ്ടിയിൽ ബോഡി ചെയ്തേക്കുന്നത്. ഞാൻ എൻ്റെ ഈ വണ്ടിയായിട്ട് പല സ്ഥലത്തും മുമ്പ് പലരും പറഞ്ഞിട്ടുണ്ട്, നിനക്ക് കാശിൻ്റെ അഹങ്കാരം കൊണ്ട് പണിത വണ്ടിയല്ലേ ഇത് കാശിൻ്റെ അഹങ്കാരം കൊണ്ടോ അല്ലെങ്കിൽ കാശിൻ്റെ കഴപ്പം കൊണ്ടൊന്നും പണിതല്ല. ഞാൻ എൻ്റേതായിട്ടുള്ള പൈസ സേവ് ചെയ്ത് ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പണിതാണ്. നമ്മൾ ഈ പൈസയൊക്കെ ചെയ്തിട്ട് കള്ളിനോ കഞ്ചാവിനൊന്നും യൂസ് ചെയ്യണില്ല. നമ്മൾ നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു വണ്ടി പണിയാൻ വേണ്ടി യൂസ് ചെയ്യണം. അതുപോലെയാണ് എല്ലാവരും. ചെറിയ വണ്ടിയോ വലിയ വണ്ടിയോ എന്തും ആയിക്കോട്ടെ, അവരവരുടെ ആഗ്രഹത്തിന് അവരവരോ വണ്ടി പണിയുന്നു. അതിൽ മറ്റുള്ളവർ കുറ്റം പറഞ്ഞിട്ടോ കമൻറ്റ് ചെയ്തിട്ടോ വല്ല കാര്യമുണ്ടോ? നമ്മുടെ ഒരു ആഗ്രഹമാണ് ഈ കാണുന്നത്, എൻ്റെ ഒരു ഡ്രീം.